ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ശോഭിക വെഡിങ്സ് നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ UDF ഭരണസമിതി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ സാമഗ്രികൾ കാണാനില്ല. മുൻ ചെയർപേഴ്സന് ബന്ധമുള്ള സഹകരണ സംഘം സാമഗ്രികൾ മോഷ്ടിച്ചെന്ന ഭരണപക്ഷം. കൗൺസിൽ യോഗത്തിൽ ബഹളം. 2015-2020 കാലത്ത് UDF ഭരണസമിതി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ 8 ലക്ഷം വിലയുള്ള സാമഗ്രികളാണ് കാണാനില്ലാത്തത്. മുൻ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന് ബന്ധമുള്ള കസ്തൂർബ വനിതാ സഹകരണ സംഘത്തിന്റെ പക്കൽ ഈ സാമഗ്രികൾ കണ്ടെത്തിയതായും മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നും ചെയർമാനും ഭരണപക്ഷവും ആരോപിച്ചു. ഇതേ തുടർന്ന് നഗരസഭാ കൗൺസിൽ ബഹളത്തിൽ മുങ്ങി. നിലവിലുള്ള ഭരണസമിതിയുടെ അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സാമഗ്രികൾ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തുടർന്ന് ഭരണപ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ കൗൺസിൽ പ്രക്ഷുബ്ധമായി. അതിനിടെ സംഭവത്തിൽ സെക്രട്ടറി പോലീസിൽ പരാതി നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ സാമഗ്രികൾ മോഷ്ടിക്കപ്പെട്ടതായി സെക്രട്ടറി പോലീസിൽ പരാതി നൽകുമെന്ന് ചെയർമാൻ പറഞ്ഞു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ഘടക സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്കും വാങ്ങുന്ന കുറേ ജംഗമ വസ്തുക്കളുണ്ട്, സാധനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുനിസിപ്പാലിറ്റിയിൽ മോഷണം പോയി എന്ന് തന്നെയാണ് സാധാരണ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. 2010 മുതൽ 15 വരെ ഉണ്ടായ ഭരണസമിതിയിൽ ഇത്തരത്തിൽ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ നമ്മുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ ചെയർപേഴ്സണായിരുന്ന അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള പാലോളി മെഹബൂബ്, ഈ രണ്ടുപേരുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അറിയണം ഈ സാധനം എങ്ങോട്ടാണ് പോയി എന്നുള്ളത്. ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ മുൻ ചെയർപേഴ്സൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന കസ്തൂർബ മഹിളാ സമാജം എന്ന പേരിൽ അവരുണ്ടാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഇട്ടതായിട്ടാണ് കാണുന്നത്. ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 8 ടെൻഡർ ലഭിച്ചതായും കുറഞ്ഞ തുക കാണിച്ചവർക്ക് നഗരസഭാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയുമെങ്കിൽ ഉടൻ പ്രവൃത്തി കൈമാറുമെന്നും ചെയർമാൻ പറഞ്ഞു. ഈ ഭരണസമിതിയുടെ ഭരണകാലത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നമുക്കറിയാം, അതിൻ്റെ ടെൻഡർ നടപടികളുമായി അതിൽ ക്ഷണിക്കുകയും 7ഓളം കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ സന്തോഷ വാർത്ത നമ്മുടെ നാട്ടുകാരെ എല്ലാവരെയും അറിയിക്കണം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.